പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വന്നത്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ആയത്ത് നോമ്പിൻ്റെ വിഷയങ്ങൾ വിശദമായി പ്രതിപാദിക്കവേ, വിശദമായി പരാമർശിക്കവേ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇഅ്തികാഫിൻ്റെ വിഷയം കൂടി ഈ വചനത്തിൽ ഉണർത്തിയിരിക്കുകയാണ്. നമ്മൾ ഏതാനും വിഷയങ്ങളും വചനത്തിൻ്റെ അർത്ഥവുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഈ ആയത്തുമായി ബന്ധപ്പെട്ട സുപ്രധാനങ്ങളായ ചില മസ്അലകളുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം ആയത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് പഠിക്കാം. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ മസ്ജിദുകളിൽ ഇഅ്തികാഫിൽ ആയിരിക്കവേ ഭാര്യമാരോട് ലൈംഗിക ബന്ധം പുലർത്താവതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം. അപ്പോൾ ഇവിടെ ആകിഫൂൻ എന്നത് നമ്മൾ പറഞ്ഞു ഉഖൂഫ്, അത് മുലാസമയെ അറിയിക്കുന്നു, വിടാതെ കൂടുക, പൂണ്ടുകൂടുക എന്നത്. ഇഅ്തികാഫിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന് നിർവചനം പറഞ്ഞു. അൽ മുക്സു ഫിൽ മസ്ജിദ്, മസ്ജിദിൽ തങ്ങലും താമസിക്കലുമാണ്, പ്രത്യേക രീതിയിൽ നിയ്യത്തോടു കൂടി. അപ്പോൾ അനാവശ്യമായി മസ്ജിദിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് ഇഅ്തികാഫിൽ പാടുള്ളതല്ല. ആകിഫൂൻ എന്നുള്ള ഈ പദപ്രയോഗം തന്നെ അറിയിക്കുന്നത് പൂണ്ടുകൂടുക, ഭജനയിലാവുക എന്നൊക്കെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരെ കുറിച്ച് പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ബൈത്ത് ഇല്ലാ ലിഹാജത്തിൽ ഇൻസാൻ ഇദാ കാന മുഅ്തകിഫൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്തകിഫ് ആണ് എങ്കിൽ മലമൂത്ര വിസർജന ആവശ്യങ്ങൾ പോലുള്ള കാര്യങ്ങൾക്കല്ലാതെ വീട്ടിലേക്ക് വരാറില്ല. ലം യഖ്റുജ് മിനൽ മസ്ജിദ് ഇല്ലാ ലിഹാജത്തിൽ ഇൻസാൻ. എന്നിട്ട് മഹദി പറയാണ്, അസ്സുന്നത്തു ഫിൽ മുഅ്തകിഫ് അല്ലാ യഖ്റുജ ഇല്ലാ ലിൽ ഹാജത്തി അല്ലതി ലാ ബുദ്ദ മിൻഹ. അനിവാര്യമായ ആവശ്യങ്ങൾക്ക് അല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളത് ഇഅ്തികാഫിരിക്കുന്നവന് സുന്നത്താണ് എന്ന് മഹദി പറയുമായിരുന്നു. അതുപോലെ അൽ മസാജിദ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇഅ്തികാഫ് ഫിൽ മസാജിദ് എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എവിടെയാണ്? മസ്ജിദുകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിലല്ലാതെ ഇഅ്തികാഫ് ഇരുന്നിട്ടില്ല, മസ്ജിദുകളിലല്ലാതെ ഇഅ്തികാഫ് ഇരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മസ്ജിദുകളിലെ ഇഅ്തികാഫ് സാധുവാകൂ എന്നുള്ളതാണ്. ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഇഅ്തികാഫ്, പ്രതിഫലത്തിൻ്റെ നിറവും തികവുമൊക്കെ ഉള്ള ഇഅ്തികാഫ്, അത് അൽ മസ്ജിദുൽ ഹറാം, മക്കത്തെ മസ്ജിദ്, വ മസ്ജിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മസ്ജിദുൻ നബവി മദീനത്തെ മസ്ജിദ്, മസ്ജിദ് ബൈത്തുൽ മഖ്ദിസ്, അൽ മസ്ജിദുൽ അഖ്സ മസ്ജിദ്, ഇവിടങ്ങളിലുള്ള ഇഅ്തികാഫാണ്. ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. ലാ ഇഅ്തികാഫ് ഇല്ലാ ഫിൽ മസാജിദി സലാസ, 3 മസ്ജിദുകളിലല്ലാതെ ഇഅ്തികാഫില്ല. അൽ മസ്ജിദുൽ ഹറാം, വ മസ്ജിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വ മസ്ജിദ് ബൈത്തുൽ മഖ്ദിസ്. ഇങ്ങനെയാണ് ആ തിരുമൊഴിയുള്ളത്. ഇത് പരിപൂർണമായ ഇഅ്തികാഫിൻ്റെ വിഷയമാണ്. എന്നാൽ ഇഅ്തികാഫ് ഏതൊരു മസ്ജിദിലും അനുവദനീയമാണ്, സാധുവാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഅ്തികാഫിൻ്റെ സ്ഥാനം മസ്ജിദ് തന്നെയാണ്. ഭൂരിപക്ഷ ഫുഖഹാക്കളും ഇമാം ഷാഫിഈ അദ്ദേഹത്തിൻ്റെ
മദ്ഹബുൽ ജദീദിലും എഴുത്തിക്കാഫിൻ്റെ വിഷയത്തിൽ സ്ത്രീകൾ പുരുഷനെ പോലെയാണ്, മസ്ജിദിൽ മാത്രമാണ് എഴുത്തിക്കാഫ് സാധുവാവുക എന്ന അഭിപ്രായക്കാരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഒരു മഹദി അവരുടെ വീട്ടിൻ്റെ മസ്ജിദിൽ എഴുത്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നു. വീടുകളിൽ നിശ്ചയിക്കപ്പെടുന്ന മസ്ജിദ്, പ്രത്യേകം നിസ്കരിക്കാനുള്ള ഇടം, അതിനെക്കുറിച്ചാണ് ചോദിക്കപ്പെട്ടത്. അവിടെ ഒരു സ്ത്രീ എഴുത്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നു. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ബിദ്അത്തുൻ വ അബ്ഗദുൽ അഅമാലി ഇലല്ലാഹിൽ ബിദ്ഉ, വീട്ടിൽ ഉള്ള മസ്ജിദ്, അതിൽ എഴുത്തിക്കാഫ് ബിദ്അത്താണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കർമ്മം ബിദ്അത്തുകളാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പം മസ്ജിദായി വഖഫ് ചെയ്യപ്പെടുകയും നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന ഇടങ്ങൾ, അതാണ് എഴുത്തിക്കാഫിൻ്റെ ഇടങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വ അൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നാണ്. വീടുകളിൽ മസ്ജിദുകളായി നിശ്ചയിക്കപ്പെടുന്ന ഇടം അത് യഥാർത്ഥത്തിൽ വഖഫായി നിശ്ചയിക്കപ്പെട്ട മസ്ജിദുകളെ പോലെയല്ല. കാരണം ആ ഇടം മാറ്റി മറ്റൊരിടം വീട്ടിൽ നിശ്ചയിക്കാനും ജനാപത്തുകാരെ പോലുള്ളവർ, വലിയ ശുദ്ധിക്കാരെ പോലുള്ളവർക്ക് അവിടെ പ്രവേശിക്കാനും കിടക്കാനും ഒക്കെ, ഋതുമതികളായ സ്ത്രീകൾ ഉപയോഗിക്കാനും ഒക്കെ അവസരമുള്ളതാണ് വീടുകളിലുള്ള മസ്ജിദുകൾ. അതുകൊണ്ട് തന്നെ ഫിൽ മസാജിദ് എന്നതിൽ വീടുകളിലെ മസ്ജിദുകൾ അല്ല ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ എഴുത്തിക്കാഫിൻ്റെ ഇടം അത് ആണിനും പെണ്ണിനും മസ്ജിദുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ അൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന് പ്രയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വലാ തുബാഷിറൂഹുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യമാരെ പ്രാപിക്കുന്നത് വിരോധിച്ചു എഴുത്തിക്കാഫിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇദാ ജാമഅൽ മുഅ്തകിഫു അബ്തല ഇഅ്തികാഫഹു വസ്തഅനഫ്, ഒരാൾ എഴുത്തിക്കാഫിലായിരിക്കെ ഭാര്യയെ പ്രാപിച്ചാൽ അയാളുടെ എഴുത്തിക്കാഫ് അസാധുവായി, വസ്തഅനഫ്, അയാൾ എഴുത്തിക്കാഫ് പുനരാരംഭിക്കട്ടെ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഫത്വ. വലാ തുബാഷിറൂഹുൻ എന്ന് പറഞ്ഞു, എഴുത്തിക്കാഫിലായിരിക്കെ ഭാര്യമാരെ പ്രാപിക്കരുത് എന്ന്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അസ്സുന്നത്തു അലൽ മുഅ്തകിഫ്, എഴുത്തിക്കാഫിരിക്കുന്നവൻ്റെ മേൽ സുന്നത്താണ് അല്ലാ യഊദ മരീദൻ, രോഗിയെ സന്ദർശിക്കാതിരിക്കുക, വല യഷ്ഹദ ജനാസതൻ, ജനാസയിൽ പങ്കാളിയാകാതിരിക്കുക, വല യമസ്സ ഇംറഅതൻ, സ്ത്രീയെ സ്പർശിക്കാതിരിക്കുക, വല യുബാശിറഹ, സ്ത്രീയുമായി സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക, വല യഖ്റുജ ലിഹാജത്തിൻ ഇല്ല ലിമ ലാബുദ്ദ മിൻഹു, അനിവാര്യമായതിനല്ലാതെ ഇതര ആവശ്യങ്ങൾക്ക് പുറത്തു പോകാതിരിക്കുക, വല ഇഅ്തികാഫ ഇല്ല ബിസൗമിൻ, നോമ്പെടുത്തുകൊണ്ടല്ലാതെ ഇഅ്തികാഫില്ല, വല ഇഅ്തികാഫ ഇല്ല ഫി മസ്ജിദിൻ ജാമിഅൻ, ജാമിയായ മസ്ജിദിലല്ലാതെ ഇഅ്തികാഫില്ല. ജാമിയായ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ജുമുഅ സംഘടിപ്പിക്കപ്പെടുന്ന മസ്ജിദ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീക്ഷണമാണ് ഇതൊക്കെ മഹദി പറയുന്നത്. മസ്ജിദുകളിൽ പൊതുവെ ഇഅ്തികാഫ് അനുവദനീയമാണ്. ഏറ്റവും നല്ലത് ജുമുഅ സംഘടിപ്പിക്കപ്പെടുന്ന മസ്ജിദാണ്. ഏറ്റവും പരിപൂർണത അൽ മസ്ജിദുൽ ഹറാം, അൽ മസ്ജിദുൽ നബവി, അൽ മസ്ജിദുൽ അഖ്സ എന്നീ 3 മസ്ജിദുകളാണ്. ഇതാണ് അതിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളതിൽ പ്രബല അഭിപ്രായം. അപ്പോൾ ഇവിടെ ഇഅ്തികാഫിരിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉണർത്തി. രോഗിയെ സന്ദർശിക്കാൻ പാടില്ല, ജനാസയിൽ സംബന്ധിക്കാൻ പാടില്ല എന്ന് തുടങ്ങിയ വിഷയങ്ങൾ മഹദി പറഞ്ഞതിനാൽ പിന്നെ ഇഅ്തികാഫിരിക്കുന്നവന്
പാടുള്ള പ്രവൃത്തികൾ, നിസ്കാരം, അള്ളാഹ്ക്കുള്ള ദിക്ർ, ഖുർആൻ പാരായണം, ഇതാണ് ഒരു മുഅ്തകിഫ് ഇഅ്തികാഫ് ഇരിക്കുന്നവൻ നിർവഹിക്കേണ്ട പുണ്യങ്ങൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ വീക്ഷണത്തെ മുഖവിലക്കെടുത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഇമാം ഷാഫിഈ, ഇമാം മാലിക്, അബു ഹനീഫത്തുൻ നുഅ്മാൻ, അബ്ദുറഹ്മാൻ അൽ ഔസാഇ, ഇങ്ങനെ തുടങ്ങി പണ്ഡിതന്മാരൊക്കെ ഇതാണ് ഇഅ്തികാഫ് ഇരിക്കുന്നവരുടെ കർമ്മങ്ങൾ, ഇഅ്തികാഫുമായി പ്രത്യേകമായിട്ടുള്ള അമലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സാമീപ്യം കാംക്ഷിക്കപ്പെടുന്ന ഏതൊരു അമലും ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കാകാം എന്ന് അലി റളിയല്ലാഹു തആല അൻഹു, അതേപോലെ സഈദ് ഇബ്നു ജുബൈർ, ഹസനുൽ ബസരി, ഇബ്രാഹിം ഉന്നഖഈ തുടങ്ങിയവർ പറഞ്ഞിട്ടുണ്ട്. ഇഅ്തികാഫ് ഇരിക്കുന്നത് അള്ളാഹുവോട് അടുക്കാനും അവനിൽ നിന്നുള്ള പുണ്യം നേടാനും വേണ്ടിയാണ്. അതിനാൽ രോഗസന്ദർശനവും ജനാസയിൽ സംബന്ധിക്കലുമൊക്കെ ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് അനുവദനീയമാണ് എന്നാണ് ഇവരുടെ പക്ഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു തആല അൻഹ തിരുദൂതർ ഇഅ്തികാഫിലായിരിക്കെ മസ്ജിദിൽ വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രി സന്ദർശിച്ചതും ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സഫിയ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരോട് അല്പസമയം സംസാരിച്ചു നിന്നു. പിന്നീട് സഫിയ റളിയല്ലാഹു തആല അൻഹ മടങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ അവരെ തിരിച്ചയക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് ചെന്നു എന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. സഫിയ റളിയല്ലാഹു തആല അൻഹ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയോട് സംസാരിച്ചത്, അവരെ തിരിച്ചയക്കാൻ എഴുന്നേറ്റ് ചെന്നത് ഒക്കെ ഹദീസിൽ വന്നതിനാൽ ഇതുപോലത്തെ വിഷയങ്ങളാൽ ഇഅ്തികാഫ് ഇരിക്കുന്നവന് ദിക്റും ഖിറാഅത്തും സ്വലാത്തും മാത്രമല്ല അതിനപ്പുറം എല്ലാ പുണ്യങ്ങളും ആകാം എന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ളവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഭാര്യമാരെ സമീപിച്ച് അവരുമായിട്ടുള്ള ശയ്യാസഹനം അത് പാടുള്ളതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കി. വലാ തുബാശിറൂഹുൻ എന്ന ഈ പ്രയോഗത്തിലൂടെ വലാ തുബാശിറൂഹുന്ന വ അൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നുള്ള ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ വിഷയങ്ങൾ പരാമർശിക്കവെയാണ് നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നോമ്പോടുകൂടി മാത്രമാണ് ഇഅ്തികാഫ് സാധുവാവുക. നോമ്പില്ലാത്തവർക്ക് ഇഅ്തികാഫ് ഇല്ല എന്ന് പ്രാമാണികരായ വലിയൊരളവ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള അസർ കേട്ടു, ലാ ഇഅ്തികാഫ ഇല്ലാ ബിസൗം, നോമ്പെടുത്തുകൊണ്ടല്ലാതെ ഇഅ്തികാഫ് ഇല്ല എന്ന്. അബു ഹനീഫത്തുൻ നുഅ്മാൻ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ഇവരുടെ അഭിപ്രായം ലാ യസിഹുൽ ഇഅ്തികാഫു ഇല്ലാ ബിസൗം, നോമ്പെടുത്തുകൊണ്ടല്ലാതെ ഇഅ്തികാഫ് സാധുവാവുകയില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മളുടെ ഈ ആയത്തിനെ ഉണർത്തിക്കൊണ്ട് തന്നെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നോമ്പില്ലാതെയും ഇഅ്തികാഫ് സാധുവാകും എന്നാണ്. നോമ്പോടുകൂടിയാണ് ഏറ്റവും ശ്രേഷ്ഠം. അൽ ഫഖ്റു റാസി പറഞ്ഞു, യജൂസുൽ ഇഅ്തികാഫ് ബിഗൈരി സൗം, നോമ്പില്ലാതെയും ഇഅ്തികാഫ് അനുവദനീയമാകും. വൽ അഫ്ളലു അൻ യസൂമ മഅഹു, ഏറ്റവും ശ്രേഷ്ഠം ഇഅ്തികാഫ് എടുക്കുമ്പോൾ നോമ്പുണ്ടാവുക എന്നുള്ളതാണ്. വഹുവ മദ്ഹബു ഷാഫിഈ, അതാണ് ഇമാം ഷാഫിഈയുടെ മദ്ഹബ് എന്നാണ് അൽ ഫഖ്റു റാസി പറഞ്ഞത്. എന്നിട്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെളിവ് പറഞ്ഞത് ഹദിഹിൽ ആയ, ഈ ആയത്താണ്. ലിഅന്നഹു ബിഗൈരി സൗമി ആകിഫുൻ വല്ലാഹു മനഅൽ ആകിഫ മിൻ മുബാശറത്തിൽ മർഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഅ്തികാഫ് ഇരിക്കുന്നവനെ ഭാര്യമാരെ പ്രാപിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അപ്പോൾ നോമ്പില്ലാതെ ഇഅ്തികാഫ് ഇരിക്കുന്നവനാണ്, നോമ്പിൻ്റെ രാവിലാണ് ഭാര്യമാരെ പ്രാപിക്കൽ പാടുള്ളൂ, പകലിൽ പാടില്ല. അപ്പോൾ നോമ്പിൻ്റെ രാവിൽ ഇഅ്തികാഫ് ഇരിക്കാം, ഇഅ്തികാഫ് സാധുവാകുമെന്നുള്ള അത് ഈ ആയത്ത് അറിയിക്കുന്നു ഈ പ്രയോഗത്തിലൂടെ. അപ്പോൾ ഇഅ്തികാഫിന് സൗം ഷർത്തല്ല, പക്ഷേ ശ്രേഷ്ഠതയാണ്
എന്നുള്ളതാണ് അതിൽ ശരി. ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളവർ നോമ്പ് ഷർത്താക്കുന്നതിൽ കണിശക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പില്ലാതെ ഇഅ്തികാഫ് ഇരുന്നത് ഉദ്ധരിക്കപ്പെട്ടിട്ടേ ഇല്ല. വലം യദ്കുരില്ലാഹു സുബ്ഹാനഹുൽ ഇഅ്തികാഫ് ഇല്ലാ മഅസ്സൗം. അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പോട് കൂടിയല്ലാതെ ഇഅ്തികാഫിനെ പറഞ്ഞിട്ടില്ല. വലാ ഫഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മഅസ്സൗം. നോമ്പെടുത്തുകൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഫൽ ഖൗലു റാജിഹു ഫി ദലീൽ അല്ലദി അലൈഹി ജുംഹൂറു സലഫ് അന്ന സൗമ ശർത്തുൻ ഫിൽ ഇഅ്തികാഫ്. അതുകൊണ്ട് തന്നെ തെളിവിൻ്റെ വിഷയത്തിൽ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം, പൂർവ്വസൂരികളിൽ ഭൂരിപക്ഷം നിലകൊണ്ടതായ അഭിപ്രായം അന്ന സൗമ ശർത്തുൻ ഫിൽ ഇഅ്തികാഫ്, ഇഅ്തികാഫിൽ നോമ്പുകാരനാവുക എന്നുള്ളത് ഷർത്താണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ബലപ്പെടുത്തിയത് അതാണെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ ആയത്തുകൾ വിശദമായി പ്രതിപാദിക്കുകയാണ് ഇഅ്തികാഫിനെ കുറിച്ച് പറഞ്ഞത് എന്നത് ശരിയാണ്. അതിനാൽ ഇഅ്തികാഫ് നോമ്പ് ഷർത്താണ് എന്ന് പറയുന്നത് നിരൂപണ വിധേയമാണ്. എന്തുകൊണ്ട്? ചില ഹദീസുകൾ നോമ്പെടുക്കാതെയും ഇഅ്തികാഫ് ആകാം എന്നതിൽ സ്ഥിരപ്പെട്ടതിനാൽ. അബ്ദുല്ലാ ഇബ്നു ഉനൈസ് അൽ ജുഹനി ഒരിക്കൽ തിരുസവിധത്തിലെത്തി. തിരുദൂതരോട് വന്ന് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി ബാദിയത്തൻ അകൂനു ഫീഹ. തിരുദൂതരെ, ഞാൻ ഗ്രാമീണതയിൽ സ്ഥലമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ അവിടെ ആയിരിക്കും. വാന ഉസല്ലി ഫിഹ ബിഹംദില്ല, ഞാൻ അവിടെ നിസ്കരിക്കും. ഫമുർനി ബിലൈലത്തിൻ അൻസിലുഹ ഇലാ ഹാദൽ മസ്ജിദ്. അതുകൊണ്ട് ഒരു രാത്രി ഈ മസ്ജിദിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് വന്ന് കഴിയാൻ അങ്ങനോട് കൽപ്പിക്കൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻസിൽ ലൈലത 23 23 രാവിൽ താങ്കൾ വന്നോളൂ. അങ്ങനെ അബ്ദുല്ലാ ഇബ്നു ഉനൈസ് ഖാന യദ്ഖുൽ മസ്ജിദ സലാത്തൽ അസ്ർ, അസ്ർ നിസ്കാര സമയത്ത് മസ്ജിദിൽ പ്രവേശിക്കും. സുമ ലാ യഖ്റുജു മിൻഹു ലിഹാജത്തിൻ ഹത്താ യുസല്ലി അസ്സുബ്ഹ്. സുബഹി നിസ്കരിക്കുന്നത് വരെ അദ്ദേഹം ഒരാവശ്യത്തിനും പുറത്തു പോകുമായിരുന്നില്ല. ഫൈദാ സല്ല അസ്സുബ്ഹ് വജദ ദാബതഹു അലാ ബാബിൽ മസ്ജിദ് ഫജലസ അലൈഹ ഫലഹിഖ ബിബാദിയതിഹി എന്നാണ്. സുബഹി നിസ്കരിച്ചാൽ പുറത്തിറങ്ങുമ്പോൾ മസ്ജിദിൻ്റെ ബാബിൽ അദ്ദേഹത്തിൻ്റെ യാത്രാമൃഗത്തെ കണ്ടെത്തും. അതിൽ കയറി അദ്ദേഹം ബാദിയയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഗ്രാമീണതയിലേക്ക് ചെന്നെത്തുമായിരുന്നു എന്നാണ് ഈ സംഭവത്തിലുള്ളത്. അപ്പോൾ ഇവിടെ അബ്ദുല്ലാ ഇബ്നു ഉനൈസ് മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫിരിക്കാൻ ഒരു രാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. 23 രാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ രാവിൽ ഇഅ്തികാഫിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ സമയം നോമ്പുകാരനല്ലല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഅറാനയിലായിരിക്കെ ആവശ്യപ്പെടുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നി നദർതു ഫിൽ ജാഹിലിയത്തി അൻ അഅതകിഫ യൗമൻ. തിരുദൂതരെ, ജാഹിലിയത്തിൽ ഞാൻ ഒരു ദിവസം ഇഅ്തികാഫിരിക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട്. ചില നിവേദനങ്ങളിൽ ഒരു രാത്രി ഇഅ്തികാഫിരിക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട് എന്നാണ്. എവിടെ? ഫിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ. ഫകൈഫ തറ, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന് വന്ന് പിന്നെ ഹുനൈൻ, ഔതാസ്, തായിഫ് ഇവിടങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്ന് ജിഅറാനയിൽ തങ്ങുകയും താമസിക്കുകയും ചെയ്ത ആ സമയം, ആ ജിഅറാനയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മദീനയിലേക്ക് പോകുന്നത്. അതിനിടയിൽ റസൂലുള്ളാഹി വന്നിട്ട് ഉംറ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അവസരത്തിലാണ് ഉമർ ചോദിക്കുന്നത്, മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി ഇഅ്തികാഫിരിക്കാൻ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഔഫി ബിനദ്രിക്, താങ്കളുടെ നേർച്ച പൂർത്തിയാക്കൂ എന്നാണ്. ഫഅതകഫ ലൈലതൻ, അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രി ഇഅ്തികാഫിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഇഅ്തികാഫിന് നോമ്പിനെ ഷർത്താക്കുക എന്നുള്ള അഭിപ്രായം, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഹദീസുകളുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാന്റെ പ്രയോഗത്തിൽ അസ്സുന്നത്തു ഫീമൻ ഇഅ്തകഫ യസൂം, ഇഅ്തികാഫിരുന്നവരുടെ വിഷയത്തിൽ സുന്നത്ത് നോമ്പെടുക്കലാണ് എന്നത്
ഷർത്താണ് എന്ന് പറയുന്നത് പോലെയല്ല. ഷർത്താണ് എന്ന് പറഞ്ഞാൽ എഴുത്തിക്കാഫ് ശരിയാകാൻ, സാധുവാകാൻ നോമ്പെടുക്കണം എന്ന് വരും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ നോമ്പുകാരനായിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുത്തിക്കാഫ് ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനാൽ നോമ്പോടുകൂടി എഴുത്തിക്കാഫ് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമവും സുന്നത്തും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂൻ. ആകിഫൂൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ലുസൂം, വിടാതെ കൂടുക, മുദാവമ, നിത്യമായി കൂടുക എന്നതിനെയാണ് അത് അറിയിക്കുന്നത്. എഴുത്തിക്കാഫ് ആകണമെങ്കിൽ എത്ര സമയം? എഴുത്തിക്കാഫിന് ഏറ്റവും ചുരുങ്ങിയ കാലപരിധി എത്ര? കൂടിയാൽ എത്ര? ഈ പദപ്രയോഗം അറിയിക്കുന്നത് എഴുത്തിക്കാഫ് മസ്ജിദിൽ കുറെ വിടാതെ കൂടുക, തുടരുക എന്നുള്ളതാണ്. ചില ഫുഖഹാക്കൾ പറഞ്ഞു, ഹനഫികളെ പോലുള്ളവർ, എഴുത്തിക്കാഫിൻ്റെ ചുരുങ്ങിയ കാലപരിധി ഒരു രാവും പകലുമാണ്. ചിലർ പറഞ്ഞത് 10 ദിവസമാണ് ചുരുങ്ങിയ കാലപരിധി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഒരു നിമിഷമായാലും വലൗ ലഹ്ദത്തുൻ വാഹിദ എഴുത്തിക്കാഫ് ശരിയാകും. വല ഹദ്ദലി അക്സരിഹി, കൂടിയാൽ എത്ര, അതിനൊരു ഹദ്ദില്ല എന്നുള്ളതാണ്. ഫുഖഹാക്കൾക്കിടയിൽ ഈ അഭിപ്രായ വ്യത്യാസമുള്ളത് ഉണർത്തുമ്പോഴും ഈ പ്രയോഗം ആകിഫൂൻ എന്നുള്ള പ്രയോഗം വഅഹിദ്ന ഇലാ ഇബ്രാഹിമ വഇസ്മാഈല അൻ തഹിറ ബൈതിയ ലിത്തായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്, നമ്മൾ പഠിച്ചുപോയ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് നടത്തിയ ഉടമ്പടി, കരാർ, അള്ളാഹുവിൻ്റെ ബൈത്തിനെ ശുദ്ധീകരിക്കാൻ, തവാഫ് ചെയ്യുന്നവർക്ക്, വൽ ആകിഫീൻ എഴുത്തിക്കാഫിരിക്കുന്നവർക്ക്, പിന്നെ നിസ്കരിക്കുന്നവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ആകിഫീൻ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ ആ പ്രയോഗം അറിയിക്കുന്നത് വിടാതെ കൂടുക, താമസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്ര സമയം എന്ന് നിർണിതമല്ലെങ്കിലും എഴുത്തിക്കാഫിൽ കുറച്ച് സമയം അള്ളാഹുമായി ചെലവഴിക്കുക എന്നുള്ളത് ആ പദപ്രയോഗം തേടുന്നൊരു വിഷയമാണ് എന്നത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ 10 എഴുത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നത് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രയോഗമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മൗല നാഫിഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തിക്കാഫ് ഇരുന്നിരുന്ന മസ്ജിദുൻ നബവിയിലെ ഇടം കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തിക്കാഫ് ഇരിക്കാൻ സുബ്ഹി നിസ്കരിച്ച് മസ്ജിദിൽ കയറി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനായി ഒരു കൂടാരം ഒരുക്കി. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എഴുത്തിക്കാഫിൻ്റെ അനുവാദം ചോദിച്ചു. അവർക്ക് അനുവാദം ലഭിച്ചപ്പോൾ അവരും എഴുത്തിക്കാഫ് ഇരിക്കാൻ ഒരു കൂടാരം സ്ഥാപിച്ചു എന്നാണ്. ഈ വിവരം കേട്ട ഹഫ്സ റളിയല്ലാഹു തആല അൻഹയും സൈനബ് റളിയല്ലാഹു തആല അൻഹയും ഒക്കെ എഴുത്തിക്കാഫ് ഇരിക്കാൻ തയ്യാറായി. അവർക്കൊക്കെ ഒരു കൂടാരം മസ്ജിദിൽ ഉണ്ടാക്കി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് മസ്ജിദിൽ കാണുന്നത് 4 കുബ്ബകളാണ്, കൂടാരങ്ങൾ. ആയിഷ, ഹഫ്സ, സൈനബ്, അതുപോലെ തിരുദൂതരുടെ കുബ്ബ. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ത്? പുണ്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ എഴുത്തിക്കാഫ് ഇരിക്കുന്നില്ല, കുബ്ബകൾ മസ്ജിദിൽ നിന്ന് എടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ തിരുദൂതരുടെയും ഭാര്യമാരുടെയും കുബ്ബകൾ മസ്ജിദിൽ നിന്ന് എടുക്കുകയുണ്ടായി. ആ വർഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫ് ഇരുന്നില്ല റമദാൻ ഒടുവിൽ. പകരം ശവ്വാലിലെ 10 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തിക്കാഫ് ഇരിക്കുകയായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഞാനിത് ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയായിരുന്നു എഴുത്തിക്കാഫ് ഇരിക്കുക എന്നുള്ളത് അവിടുത്തെ ഭാര്യമാരുടെയും. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തിക്കാഫ് ആ വർഷം ഒഴിവാക്കിയത് ഇങ്ങനെ ഓരോ ഭാര്യമാരും മസ്ജിദിൽ കുബ്ബ നിർമ്മിച്ചാൽ ആളുകൾക്കുണ്ടാകുന്ന തടസ്സങ്ങളും നിസ്കരിക്കാൻ ഉള്ള സ്ഥലപരിമിതിയുമൊക്കെ കാരണത്താലാണ്. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ തിരുവിയോഗ ശേഷം അവിടുത്തെ പത്നിമാർ മസ്ജിദിൽ എഴുത്തിക്കാഫ് ഇരുന്നതൊക്കെ സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എഴുത്തിക്കാഫ് വലിയ പുണ്യമാണ്.
അത് നിർവഹിക്കപ്പെടേണ്ട ഇടം മസ്ജിദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫിൽ മസാജിദ്. പണ്ഡിതന്മാർ പറഞ്ഞത് ഈ അൽ മസാജിദ് എന്നതിൽ അൽ ലിൽ അഹദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നിസ്കാരം സംഘടിപ്പിക്കപ്പെടുന്ന മസ്ജിദ് എന്നാണ്. നമ്മൾ കേട്ടു ആയത്ത് അൻ തഹീറ ബൈത്തിയ ലിതായിഫീന വൽ ആകിഫീൻ എന്നാണ്. എൻ്റെ ബൈത്തിനെ, അവിടെ അൽ മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ അൽ കഅബ, അതിനെ ഉദ്ദേശിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തവാഫ് ചെയ്യുന്നവർക്ക്, ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് എന്ന്. അപ്പോൾ മസ്ജിദുകളാണ് ഇഅ്തികാഫിനുള്ള ഇടം. ഇഅ്തികാഫ് വലിയ പുണ്യമാണ്. ഈ ഒരു പ്രയോഗം അതൊക്കെ നമ്മളോട് ഉണർത്തുന്ന വിഷയവുമാണ്. ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തിൽക ഹുദൂദുല്ലാഹ് എന്ന് തുടങ്ങിയുള്ളത് തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.